ഇതെങ്ങനെ പറക്കാൻ പറ്റുക? എങ്ങനെ പറയ്ക്കുക? കവർ പിടിച്ചോ. അതെ, ഓക്കെ. അറബി ചീത്തറിഞ്ഞ പോടാൻ റെഡി ആയിക്കോട്ടെ. ചങ്കും ചങ്കടിപ്പം കുറേ ദിവസമായി മെസ്സേജ് അയക്കണം. മൂപ്പര് വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ മൂപ്പര് വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അറിയാതെ. സോറി. പിടിച്ചിട്ടാണ് നിൽക്കണത്. അതുകൊണ്ട് തന്നെ വഴുക്കലുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല തോന്നുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരെ നിൽക്കാറില്ല തോന്നുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വാട്സ്ആപ്പ് നൻപാ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മളിന്ന് ദിബ്ബ വരെ പോവുകയാണ്. ദിബ്ബയിൽ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൾ ആരാന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. ഇപ്പോൾ സമയം ഏകദേശം 5:50. അപ്പോൾ കരാമയിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും, ചിലരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ചിലരൊക്കെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കരാമയിൽ രാവിലെ കാണാനുള്ളത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 136 കിലോമീറ്റർ ഉണ്ട്. 136 കിലോമീറ്റർ 1.5 മണിക്കൂറാണ് കാണിക്കണത് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയുള്ളത് വെച്ചാൽ ഒരു അടിപൊളി സ്ഥലത്താണ്. അതായത് നമ്മളിപ്പോൾ അങ്ങനെ ദിബ്ബ എത്തിയിട്ട് ദിബ്ബയുടെ ബീച്ചിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് കിട്ടി നമുക്ക് ഇവിടെ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. കാരണം അവിടേക്ക് ഇതൊക്കെ വെച്ചാൽ നല്ല വെയിലാണ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ബൈക്ക് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് ബീച്ചിൻ്റെ വ്യൂ. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് മലകളുടെ വ്യൂ. ഇവിടെയാണ് നമ്മുടെ കടലും മലയും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലം. UAE വേറെ ലെവൽ സ്ഥലമല്ലേ. അവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് മലകൾ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഇറങ്ങാൻ പാടുമെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഇറങ്ങാൻ പാടില്ലെങ്കിൽ വലിയ പ്രശ്നമാവണ്ട. അതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല. കാരണം എൻ്റെ ഒരു കാൽപ്പാടം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ബാക്കി കാൽപ്പാദങ്ങളൊന്നും കാണാനില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ നടന്ന കാൽപ്പാദം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ഉള്ളത് ഒരു നായയുടെ കാൽപ്പാടം തോന്നിട്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ അവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മലകൾ കാണാം. ഇവിടെ തിര വന്നടിക്കണത് ഈ സൈഡിലായിട്ട് കേട്ടോ, തിര വന്നടിക്കണത്. കാരണം അവിടെ വഴുക്കലുണ്ട്, കണ്ടില്ലേ, പച്ച പിടിച്ചിട്ടാണ് നിൽക്കണത്. അതുകൊണ്ട് തന്നെ വഴുക്കലുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല തോന്നുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരെ നിൽക്കാറില്ല തോന്നുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ പാചകമൊക്കെ ചെയ്യാറുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കുപ്പികൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിടക്കുന്നുണ്ട്. ബീറിൻ്റെ കുപ്പി, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല. നമുക്ക് എന്തായാലും അടിപൊളി സ്ഥലം, നമുക്കിവിടെ നിൽക്കാൻ അടിപൊളി സ്ഥലം കിട്ടി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. നമ്മൾ കുറച്ച് മുന്നേ ആ ഭാഗത്തായിട്ടൊന്ന് ഈ മരത്തിൻ്റെ അവിടെ കുറച്ച് ഓപ്പൺ പ്ലേസ് ആണ്. അവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു അവിടെ നിന്നിട്ട് എവിടെ ഇപ്പോൾ ഒന്നും തണലത്ത് നിൽക്കുക. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വണ്ടി ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ ഇവിടെ അടിപൊളി നല്ല ഇതേപോലത്തെ ഇങ്ങനെ പന്തൽ പോലെ നിൽക്കുന്ന ഒരു മരം കണ്ടു. അപ്പോൾ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കടലിൽ നോക്കിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ദിബ്ബയിൽ വന്നുള്ളത് അമീദ് ഖാനെ കാണാനാണ്. അതായത് നമ്മുടെ അമീദ് കുറ്റൂരിനെ കാണാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ദിബ്ബയിൽ. പുള്ളി ഇവിടെയാണുള്ളത്, ദിബ്ബയിലാണുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആൾ എന്നോട് മുന്നേ 2 പ്രാവശ്യം വരാൻ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ നമുക്ക് വരാൻ പറ്റിയില്ല. കാരണം നമുക്ക് കുറച്ച് മല്ലൂർ റൈഡേഴ്സിൻ്റെ കൂടെ അങ്ങോട്ട് കൂടെ ഒക്കെ റൈഡ് ഉള്ളതായിരുന്നത് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫൈനലി ഇപ്പോൾ ഇന്ന് അമീദ് ഖാനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിബ്ബയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈത്തപ്പഴം ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ, റോഡ് സൈഡിൽ കണ്ടില്ലേ. കുറേ ദിവസമായിട്ട് ഒരു ചങ്കിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടാ. പോരെ ചങ്കേന്ന് ഒരുപാട് ദിവസമായി പറയണേ. പക്ഷേ ആ ചങ്കിന് എന്തൊക്കെ സാഹചര്യങ്ങളായി വരാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നൊരു വെള്ളിയാഴ്ച മൂപ്പരാൾ ഇന്നലെ മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞേ ഞാൻ വരാട്ടാ ചങ്കേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സംഭവം നമ്മൾ വെള്ളിയാഴ്ച പ്രവാസികൾ ഓർമ്മ ചെയ്യാതെ വരെ അറ്റാക്ക് എടുത്തിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ ആദ്യം അവനോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോയി. മൂപ്പരാളാണെങ്കിൽ 5:30 മണിക്ക് അവിടെ നിന്ന് പോയി നിൽക്കണം. 8 മണി ആയപ്പോൾ ഇവിടെ എത്തിയും ചെയ്തിരിക്കണം മൂപ്പർ. പക്ഷേ എന്നെ കിട്ടിയിട്ടില്ല. കാരണം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും കിട്ടിയിട്ടില്ല, അതേമാതിരി ഫോൺ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. കാരണം ഫോൺ കുറേ വിട്ടല്ല കുത്തിച്ചിരിക്കുന്നത്. എന്തായാലും വേണമല്ല ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ ജിഞ്ചിനാക്കിനി ആയിട്ടുണ്ട്. മൂപ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. 12 എത്ര സ്ഥലത്ത് മൂപ്പർ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വേണമല്ലോ ഇൻഷാ അല്ലാഹ് വരട്ടെ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ, ആൾ ഇവിടെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കാത്തിക്കാണ്. ഞാൻ വേഗം പെട്ടാച്ചിട്ട് കുളിച്ച് ഇതാക്കിയിട്ട് ഇപ്പോൾ സമയം എത്രയായിന്ന് അറിയാം. എത്രയൊക്കെ ഇറങ്ങിയ ആൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയി. ആകെ അതിപ്പോൾ തന്നെ അതാണ്ടാ
9:54 എന്തായാലും വരട്ടെ. മൂപ്പരെന്താ കറങ്ങാൻ ഇറങ്ങിയ ആളാണ് മൊത്തത്തിൽ. എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് കറക്റ്റ് കണ്ട് അറിയില്ല, കാരണം നമ്മളെ മൈൻഡിൽ എല്ലാം കൂടി നിൽക്കില്ല അല്ലേ. ഇൻഷാ അല്ലാഹ് മൂപ്പര് വരട്ടെ, കാത്തിക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അമീതിക്കാട് ലൊക്കേഷനിലെത്തി. എനിക്ക് തോന്നുന്നത് ഈ വീടാണ് തോന്നുന്നുണ്ട്, അത് വീടാണ് തോന്നുന്നുണ്ട്, അമീതിക്കാട് വീട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ലൊക്കേഷനിലെത്തി. നല്ലൊരു മരം, പിന്നെ ഒരു തണൽ കിട്ടി. ഇതിൻ്റെ മുകളിലൊരു കാക്ക ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ കാക്ക കാഷ്ടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അമീതിക്കാനെ വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മെസ്സേജ് ഉണ്ട് അമീതിക്ക അവിടെ എത്തിയിട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ അമീതിക്കാട് വീട്ടിലെത്തി. അമീതിക്കാട് വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ എന്താ പറയാനുള്ളത്? ചങ്കും ചങ്കടിപ്പം കുറേ ദിവസമായി മെസ്സേജ് അയക്കണം. മൂപ്പര് വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ മൂപ്പര് വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അറിയാതെ. സോറി കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഈ വീഡിയോ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ലീവ് കിട്ടുന്ന ദിവസമല്ല, നമ്മളാണ് കിട്ടുന്ന അങ്ങോട്ട് ഉറങ്ങി. ഫോണാണെങ്കിൽ കുറച്ച് വിട്ട കുത്തിയൊക്കെ, അതുകൊണ്ട് മൂപ്പര് മെസ്സേജ് അയച്ചതും വിളിച്ചതൊന്നും കണ്ടില്ല. അങ്ങനെ ഫൈനലി കണ്ടെത്തി ചങ്കിനെ. ചങ്കും ചങ്കിടിപ്പും ചങ്കിലെ ചോരനി. അടിപൊളി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അമിതിക്കാട് വീട്ടിലാണ്. അമിതിക്കാട് വീട്ടിൽ അമിതിക്കൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഇവിടെ ആള് വന്നാൽ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല. അതെ, അമിതിക്ക് അത് പറഞ്ഞത് എന്നോട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല എന്ന് അമിതിക്ക് പറഞ്ഞു. നമുക്ക് വെള്ളമൊക്കെ കൊടുത്ത് തരുന്നുണ്ട്. ഒന്നുമില്ല. താത്തോടെ താത്തനെ വിളിക്കൂ. ആ ഭക്ഷണം കഴിക്കണം. ഏതെല്ലാം അടിപൊളി ഇഞ്ചിനാക്കി. താങ്ക് യു. അപ്പോൾ ഞാനും അമിതിക്കയും കൂടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. ഇവിടെ അടുത്ത് ഞാവൽ മരം ഉണ്ട്, ഞാവൽ പറിക്കാൻ പോവാണ്. അത് അമീതിക്കാടെ വണ്ടിയിലാണ് പോകുന്നത്. അമിത അമീതിക്ക ഫുള്ള് കച്ചറയുള്ള അമീതിക്ക വണ്ടി ഇന്നലെ രാത്രി പോയി വന്നതാണ്, പിന്നെ ഒന്ന് ലീവല്ലേ. അത് ശരി, അത് ശരി. എന്തായാലും ഞാനും അമീതിക്കയും കൂടിയിട്ട് ഇവിടെ അടുത്ത് ഞാവൽ മരം ഉണ്ട്, അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പോയൊക്കെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അറബി വീട്ടിന്റെ മുറ്റത്താണ്. ഈത്തപ്പഴം ആയിട്ടില്ല അമീതിക്ക. ഇപ്പോൾ ഈത്തപ്പഴം കഴിക്കണു. അതെ അല്ലേ, ആ ഒരു വീഡിയോയിൽ കണ്ട് ഇങ്ങനെ ഈത്തപ്പഴം ഇവിടെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് നാവൽബയാണ് ആയിട്ടില്ലാത്ത ഞാവൽ മരം. കാരണം ഇത് അറബി വീട്ടിന്റെ മുറ്റത്താണ്. അപ്പോൾ അത് വിശ്വസിച്ചാണ്ട് ഇതിവിടെ നാവൽബയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറബി മണ്ടിക്കും. അപ്പോൾ ഒറ്റപ്പെട്ടിട്ട് നമുക്ക് ആ 1-2 പീസുകളെല്ലാം കുറച്ച് പീസുകളൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ പ്രശ്നമില്ല. അപ്പോൾ അതാണ് ബെൽറ്റ് ഇട്ടാലേ ആ സൗണ്ട് പോകും. ബെൽറ്റ് പലരും ഇന്ന് ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഹെൽമെറ്റ് ഉള്ള നിർബന്ധമാണ്. ഇതൊക്കെ എന്താ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണല്ലോ. ഒരേ മാതിരത്തെ ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മളെ ഓഫീസ്. ഇതല്ലേ, ഇതാണ് നമ്മളെ ഇവിടുന്ന് ചാവി കിട്ടിയ വീടിന്റെ അവിടെ. ഇത് പോലീസ് സ്റ്റേഷന്, അങ്ങനെ ഓരോരോ കോടതി. ഇത് ഷാർജന്റെ ഒരു ചെറിയ സ്ഥലം, 10-16 കിലോമീറ്റർ ചുറ്റളവിലുള്ള. അത് ഷാർജ. അത് ദിബ എന്നാൽ ഫുജറിന്റെ ഏരിയ. ദിബ അൽ ഇസനാണ്. ഇവിടെ ആകെയുള്ള ഒരു മാള് ഇതല്ലേ, ഇവിടുത്തെ ഒരു മാളാണ് ഈ കാണുന്നത്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് ക്യാൻസൽ ആക്കി പോയവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം അവർക്ക് വേറെ വൈബായിരിക്കും. കാരണം വെച്ചാല് അവര് പോണ കാലത്ത് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ കണ്ട് മാറി ആകെ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഈ 5 വർഷത്തിനിടക്ക് ഇവിടെ തന്നെ ഉള്ള ഒരു മാറ്റം അപാരാണ്. അടിപൊളി ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള സിറ്റി അല്ലേ ശരിക്കും. അപ്പം ഇത് ഞാവൽ പഴം പറിക്കാൻ പോകണം. ഇവിടെ ഫുള്ള് ഞാവൽ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ പറിക്കാൻ പറ്റുക? എങ്ങനെ പറിക്കുക? കവർ പിടിച്ചോ. അതെ, അറബി ചീത്തറിഞ്ഞാൽ പോടാ റെഡി ആയിക്കോട്ടെ. അതല്ലേ, അതാണ് ഇവിടെ നവൽബ ഇല്ലാന്ന് പറഞ്ഞത്. വീടിന്റെ മുറ്റത്താണ്, ഉള്ളിലാണ് തിന്നത്. ജസ്റ്റ് കയറിങ്ങാണ്ട് ഈ മതിൽമ കയറിങ്ങാണ്ട് ഒന്ന് നാട്ടുന്നു, നമ്മൾ വേണ്ട വെക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഇത് മതിലിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അറബി ചീത്ത ഓടിക്കോളാൻ പറഞ്ഞുള്ളത് നമ്മളോട്. ഇതിലിവിടെയൊക്കെ ഫുള്ള് ഞാവൽ പഴം നിൽക്കുന്നുണ്ട്.
ഓക്കെ റെഡി. ആ വീണ് ഇഷ്ടം പോലെ ഞാവൽ. ഓക്കെ മതി മതി മതി. മിരുതാക്കുലിക്ക് ഫുള്ള് ജാവൽപ്പഴമാണ് റോട്ടിൽ വീഴുന്നത്. അവിടെ എത്തിട്ടാ അവിടെ കിട്ടാ വീക്കാ. മതി മതി.